A warm and heartfelt welcome to Logos Bible Quiz 2026. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 71 വരെ വാക്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. Happy New Year to each one of you. God bless us all abundantly. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യേശു തിബേരിയാസ് എന്ന് കൂടി വിളിക്കപ്പെടുന്ന ഏത് കടലിൻ്റെ മറുകരയിലേക്കാണ് പോയത്? യോഹന്നാൻ 6:1. ചാവുകടൽ, മെഡിറ്ററേനിയൻ കടൽ, ഗലീലി കടൽ, ചെങ്കടൽ. അതിൻ്റെ ഉത്തരം സി ആണ്, ഗലീലി കടൽ, ഗലീലി. രണ്ടാമത്തെ ചോദ്യം, വലിയൊരു ജനക്കൂട്ടം യേശുവിനെ അനുഗമിക്കാൻ കാരണമെന്ത്? യോഹന്നാൻ 6:2. ഭക്ഷണം ലഭിക്കുന്നതുകൊണ്ട്, രോഗികളെ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടതുകൊണ്ട്, പത്രോസിൻ്റെ പ്രസംഗം കേൾക്കാൻ കടൽ കിടക്കാൻ സഹായിച്ചതുകൊണ്ട്, രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്. 3. ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകുന്നതിനെക്കുറിച്ച് യേശു ആരോടാണ് ചോദിച്ചത്? പത്രോസ്, ഫിലിപ്പോസ്, അന്ത്രയോസ്, യൂദാസ്. ഈ 4 പേരിൽ ആരോടാണ് ചോദിച്ചത്? ഉത്തരം ഫിലിപ്പോസിനോടാണ്. 6:5. 4. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ എത്ര ദനാറയുടെ അപ്പം പോലും തികയില്ലെന്നാണ് ഫിലിപ്പോസ് പറഞ്ഞത്? 100, 200, 300, 500. 200 ആണ് അതിൻ്റെ ഉത്തരം. 200 ദനാറ. 6-ാം അധ്യായം 7-ാം വാക്യം. 5. 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള കുട്ടിയെക്കുറിച്ച് പറഞ്ഞ ശിഷ്യൻ ആര്? പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, തോമസ്. അന്ത്രയോസ് ആണ് അതിൻ്റെ ഉത്തരം. സി, അന്ത്രയോസ്. 6, 8, 9. കുട്ടിയുടെ പക്കൽ ഉണ്ടായിരുന്ന അപ്പം ഏത് ധാന്യത്തിൻ്റെതായിരുന്നു? യോഹന്നാൻ 6, 9. ഗോതമ്പ്, ബാർലി, ചോളം, തിന. ഇതാണ് 6-ാമത്തെ ചോദ്യം. ഉത്തരം ബാർലി, ബി ഓപ്ഷനാണ്. 7-ാമത്തെ ചോദ്യം, മിച്ചം വന്ന കഷണങ്ങൾ ശേഖരിച്ചപ്പോൾ എത്ര കൊട്ട നിറയെ ഉണ്ടായിരുന്നു? 7, 10, 5, 12. എത്ര കൊട്ടുകൾ? ഉത്തരം 12 കൊട്ടുകൾ നിറയെ ഉണ്ടായിരുന്നു. 6-ാം അധ്യായം 13-ാം വാക്യം. 8-ാമത്തെ ചോദ്യം, അടയാളം കണ്ട ജനങ്ങൾ യേശുവിനെ കുറിച്ച് എന്തു പറഞ്ഞു? യോഹന്നാൻ 6:14. ഇവനൊരു മന്ത്രവാദിയാണ്, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായ ഇവനാണ്, ഇവൻ യഹൂദരുടെ ശത്രുവാണ്, ഇവൻ സ്നാപക യോഹന്നാനാണ്. ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായി ഇവനാണ്. അതാണ് ഉത്തരം. ജനങ്ങൾ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി എന്താകാൻ ആഗ്രഹിച്ചു? തടവുകാരൻ, പുരോഹിതൻ, രാജാവ്, അടിമ. അതിൻ്റെ ഉത്തരം രാജാവ്, ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 10. വൈകുന്നേരം ആയപ്പോൾ ശിഷ്യന്മാർ എവിടേക്ക് പോകാനാണ് വള്ളത്തിൽ കയറിയത്? കഫർനാമിലേക്ക്, നസ്രത്തിലേക്ക്, ജെറുസലേമിലേക്ക്, ജെറീക്കോയിലേക്ക്. ഉത്തരം കഫർനാമിലേക്കാണ്. 11. ശിഷ്യന്മാർ എത്ര സ്ഥാദിയോൺ ദൂരം തണ്ടു വലിച്ചപ്പോഴാണ് യേശുവിനെ കണ്ടത്? 10, 15, 5, 10, 25, 30, 100. ഉത്തരം 25, 30 സ്ഥാദിയോൺ. 12. കടലിന് മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തു? ആഹ്ലാദിച്ചു, ഭയപ്പെട്ടു, വെള്ളത്തിലേക്ക് ചാടി, വള്ളം നിർത്തി. ഭയപ്പെട്ടു, അതാണ് അതിൻ്റെ ഉത്തരം. 6, 19. 13. യേശുവിനെ തിരക്കി വന്ന ജനക്കൂട്ടം എവിടെ വെച്ചാണ് അവനെ കണ്ടെത്തിയത്? യോഹന്നാൻ 6:25. മലമുകളിൽ, സിനഗോഗിൽ, കടലിൻ്റെ മറുകരയിൽ, വഞ്ചിയിൽ. അതിൻ്റെ ഉത്തരം കടലിൻ്റെ മറുകരയിൽ. 6:25. 14. അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, മറിച്ച് എന്തുകൊണ്ടാണ് ജനങ്ങൾ തന്നെ തിരയുന്നതെന്നാണ് യേശു പറഞ്ഞത്? അത്ഭുതം കാണാൻ, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്, സുഖം പ്രാപിക്കാൻ, യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട്. അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്, ബി ഓപ്ഷനാണ് അതിൻ്റെ ഉത്തരം. 15. മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചത് ആരെന്നാണ് ജനങ്ങൾ പറഞ്ഞത്? പ്രവാചകന്മാർ, പിതാക്കന്മാർ, ശിഷ്യന്മാർ, രാജാക്കന്മാർ. അതിൻ്റെ ഉത്തരം പിതാക്കന്മാരാണ്, ഓപ്ഷൻ ബി. 6:31. 16. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ദാഹിക്കുകയുമില്ല. അധ്യായവാക്യം പറയുക. 6:25, 6:30, 6:33, 6:35. 6:35 ഉത്തരം. ബി ഓപ്ഷൻ, ഡി ഓപ്ഷൻ. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? നിയമപുസ്തകത്തിൽ, പ്രവാചക ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിൽ, സങ്കീർത്തനങ്ങളിൽ. ഉത്തരം പ്രവാചക ഗ്രന്ഥങ്ങളിൽ. 6:45. യോഹന്നാൻ 6:89 അനുസരിച്ച് യേശു ഈ കാര്യങ്ങൾ എവിടെ വെച്ചാണ് പഠിപ്പിച്ചത്? കഫർനാമിലെ സിനഗോഗിൽ, മലമുകളിൽ, കടൽക്കരയിൽ, ജെറുസലേമിൽ. അതിൻ്റെ ഉത്തരം കഫർനാമിലെ സിനഗോഗിൽ. ഈ ഓപ്ഷൻ എ ആണ്. 19. ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞത് ആര്? യഹൂദർ, ജനക്കൂട്ടം, ശിഷ്യരിൽ പലരും, ഫരിസേയർ. ശിഷ്യരിൽ പലരും, അതാണ് ഉത്തരം, ഓപ്ഷൻ സി. 6:60.
20 നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? യോഹന്നാൻ, ശിമയോൻ പത്രോസ്, യാക്കോബ്, ബർത്തലോമിയ. ഉത്തരം ശിമയോൻ പത്രോസാണ്, ഓപ്ഷൻ ബി. 21 യേശു അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം നടന്നത് ഏത് യഹൂദ തിരുനാളോടനുബന്ധിച്ചാണ്? കൂടാര തിരുനാൾ, പെസഹ തിരുനാൾ, പ്രതിഷ്ഠാ തിരുനാൾ, പെന്തക്കോസ്ത തിരുനാൾ. ഉത്തരം പെസഹ തിരുനാൾ, ഓപ്ഷൻ ബി ആണ്. 6-4. 22 തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും? ഈ തർക്കം ആർക്കിടയിലാണ് ഉണ്ടായത്? ശിഷ്യന്മാർക്കിടയിൽ, യഹൂദർക്കിടയിൽ, റോമാക്കാർക്കിടയിൽ, സ്ത്രീകളുടെ ഇടയിൽ? യഹൂദർക്കിടയിലാണ് അത് ഉണ്ടായത്. ഉത്തരം ബി ആണ്. 23 യേശുവിൻ്റെ വചനം ആത്മാവും പിന്നെ എന്തുമാണെന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? സത്യവുമാണ്, വഴിയുമാണ്, വെളിച്ചവുമാണ്, ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ഉത്തരം ജീവനുമാണ്. 6:63. 24 പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ലെന്നാണ് യേശു പറഞ്ഞത്? പ്രസംഗിക്കാൻ, അത്ഭുതം പ്രവർത്തിക്കാൻ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ, സ്വർഗത്തിൽ പോകാൻ. യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ. അതാണ് 6:65. ഉത്തരം സി ആണ്. ശിമയോൻ പത്രോസ് യേശുവിനെ കുറിച്ച് നടത്തിയ വിശ്വാസ പ്രഖ്യാപനം എന്താണ്? അതാണ് 25-ാമത്തെ ചോദ്യം. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ, നീ ദാവീദിൻ്റെ പുത്രനാണ്, നീ ഒരു വലിയ രാജാവാണ്, ഇസ്രായേലിൻ്റെ പ്രവാചകനാണ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നുള്ളതാണ്, ഓപ്ഷൻ എ. 26 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ഡാഷ് ഒന്നിനും ഉപകരിക്കുന്നില്ല. ധനം, ലോകം, ശരീരം, ബുദ്ധി. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ശരീരം. യോഹന്നാൻ 6:63. 27 25-30 സ്ഥാദിയോൺ എന്നത് ഏകദേശം എത്ര കിലോമീറ്ററിന് തുല്യമാണ്? യോഹന്നാൻ 6:19. 1-2 കിലോമീറ്റർ, 3-4, 5-6, 8-10. അതിൻ്റെ ഉത്തരം 5-6 കിലോമീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അത് ഓപ്ഷൻ സി ആണ്. 28 യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുൻപ് ഇത്രയും പേർക്ക് ഭക്ഷണം നൽകാൻ എത്ര പണം തികയില്ലെന്നാണ് വിൽപ്പൂസ് പറഞ്ഞത്? 200 ദിനാറ, 100 ദിനാറ, 500 ദിനാറ, 300 ദിനാറ. അദ്ദേഹം പറഞ്ഞത് 200 ദിനാറ, എ ആണ്. 12 പേരിൽ ഒരാൾ പിശാചാണെന്ന് യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞത്? തോമസ്, ശിമയോൻ പത്രോസ്, ഫിലിപ്പോസ്, യൂദാസ് കറിയോത്ത. ഉത്തരം യൂദാസ് കറിയോത്ത, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. 30 യോഹന്നാൻ 6:57 ആസ്പദമാക്കി ശരിയായ പദം ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഡാഷ് പിതാവ് എന്നെ അയച്ചു. ഓപ്ഷൻസ് ജീവിക്കുന്നവനായ, കരുണയുള്ളവനായ, പരിശുദ്ധനായ, സർവശക്തനായ. ജീവിക്കുന്നവനായ, ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. ജീവിക്കുന്നവനായ പിതാവ്. സ്പെഷ്യൽ ക്വസ്റ്റ്യൻ യോഹന്നാൻ 6:68 ഉദ്ധരിക്കുക. ഇത് 100 മാർക്കിൽ കൂടുതൽ കിട്ടുന്നവർക്കുള്ള ഒരു ചോദ്യമായിട്ടാണ് വരുന്നത്. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. യോഹന്നാൻ 6:68. Hope you enjoyed the study on John chapter 6. Supporting this channel is easy. Like, share and subscribe. We would love to hear your thoughts in the comment section. Thank you so much for tuning into today's video on JJ Logos 316.